ഹായ്, ഇന്ന് ജൂൺ 6. പിന്നെ എല്ലായിടത്തും വലിയ പെരുന്നാളുള്ള പോലെ ഇവിടെ ലാറ്റ്വിയയിലും ഇന്ന് വലിയ പെരുന്നാളാണ്. വിത്തൗട്ട് ഫാമിലി എൻ്റെ 4ാമത്തെ പെരുന്നാളാണ് ഇവിടെ ലാറ്റ്വിയയിൽ. 2 ചെറിയ പെരുന്നാളും ഇതിപ്പോൾ 2ാമത്തെ വലിയ പെരുന്നാളും. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ പെരുന്നാൾ ദിവസം, ഈ വലിയ പെരുന്നാൾ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ആ പള്ളിയിലേക്ക് ഇറങ്ങിയാണ്. ഇതാണ് എൻ്റെ ഈദ് കോസ്റ്റ്യൂം. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ഡാർക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ മോർണിംഗ് ഏകദേശം 7 മണിയായി. 8 മണിക്കാണ് നിസ്കാരം. പിന്നെ എന്തായാലും ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ കാർ എടുത്തിട്ട് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഇറങ്ങിയതാണ്. ബാക്കി നമുക്ക് പള്ളിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ പള്ളീൻ്റെ അടുത്ത് എത്തി. ഞാൻ കാണിച്ചു തരാം ഓഡിറ്റോറിയം. ഇപ്രാവശ്യത്തെ പെരുന്നാൾ നിസ്കാരം ഇതാ ഇവിടുന്നാണ്. അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം തന്നെ ബുക്ക് ചെയ്തതാണ് ഈ പ്രാവശ്യം. ഞാൻ കഴിഞ്ഞ 3 പെരുന്നാളും പിന്നെ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചെറിയൊരു എന്താ പറയുക അപ്ഡേഷൻ ഉണ്ട്. Happy Eid al-Adha inshallah ta'ala for you all. Зариф Мухаммад, кто не видел его, не знает. Пожалуйста, вот он перед вами. Иншаллах. നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം. നല്ല ആൾക്കാരുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഒക്കെ ഹയർ. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി സെറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ചങ്ക അൽത്താഫ്. 8ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കണതാണ്. അപ്പോൾ ലാറ്റ്വിയയിൽ ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തുണയായിട്ട് വന്നതാണ് നാട്ടിൽ നിന്ന്. പിന്നെ കുറച്ച് കൊടുവള്ളി ഗ്യാങ്സ് ഒക്കെ ഉണ്ട്. ഇതാ ഒരു ഹായ് പറഞ്ഞ, ഇതൊക്കെ കൊടുവള്ളിക്കാർ. അസ്ദത് അതൊക്കെ കൊടുവള്ളിയാണ്. മോനെ സീൻ ഫോട്ടോ. അങ്ങനെ ഇവിടുന്ന് മെല്ലെ പോവാനായി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഓൾട്ടോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഏതാ മഴ, നല്ല മഴ, പെരും മഴ. മഴ ചതിച്ച് കഴിച്ച് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഫോട്ടോ എടുപ്പ് ഏതായാലും ക്യാൻസൽ ആയി. ഇപ്പോൾ വൈകുന്നേരം ടൈം പോയി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അരി വാങ്ങാൻ വന്നതാണ്. ഇതാണ് ഇവിടെ ഒരു ഇന്ത്യൻ മൊസ്ക് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ്. അപ്പോൾ നമുക്ക് കയറിയിട്ട് നോക്കാം. ഇതൊക്കെയാണ് ഈ കടൻ്റെ ഉള്ളിൽ. റൂഫ്സ് ഉണ്ട്, കോക്കനട്ട് മിൽക്ക്, ഗുലാബ് ജാമൊക്കെ ഉണ്ട്. നാട്ടിൽ കിട്ടുന്ന ഒരു ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ് കൂടുതലും. പിന്നെ പുട്ടുപൊടി, ഡബിൾ ഹോസിൻ്റെ, പിന്നെ പരിപ്പ്, കടല എല്ലാം ഉണ്ട്. അരി, പിന്നെ അച്ചാറുകൾ. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു നല്ല കാര്യമാണല്ലോ. ഇതാ പച്ചമുളകുണ്ട്, പിന്നെ ചേമ്പൊക്കെ ഇവിടെ. അങ്ങനെ പിന്നെ മഴ തുടങ്ങി കാശ്. ഇതൊരു നടക്കി പോവില്ല. പെരുന്നാൾ മഴ കൊണ്ടുപോയി. വലിയ ചെമ്പൊക്കെ എടുത്ത് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ബാക്കി റൂമിലെത്തിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബീഫ് ബിരിയാണിയാണ് വെക്കാൻ പ്ലാൻ. അപ്പോൾ അതിലേക്ക് കിടക്കാം. ഏകദേശം 2 മണിക്കൂർ പരിശ്രമത്തിൻ്റെ ഇടയിൽ ഏകദേശം ബിരിയാണിയായി. ഇനി ദമ്മിടാൻ വെക്കുകയാണ്. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിക്കാം. ദമ്മ് പൊട്ടിക്കുകയാണ്. ഓയിലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചു. എന്തായാലും പൊട്ടിച്ച് നോക്കാം. അയ്യോ, ബിരിയാണി പ്ലേറ്റിലാക്കിയിട്ട് കഴിക്കാൻ പോവാണ്. ഇതാണ് ബിരിയാണിൻ്റെ ഒരു ലുക്ക്. ഏകദേശം നാട്ടിലത്തെ ഒരു ബിരിയാണി ലുക്കൊക്കെ ഉണ്ട്. അത് കഴിച്ചു നോക്കാം. നമുക്ക് വണ്ടി എടുത്തിട്ട് പോകണല്ലോ. ഏതാണ്ടി ഒന്നും സമയമില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 കാർ എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. ഇതല്ല കേട്ടോ, ഇതും പിന്നെ ഇതും. ഇതാണ് ഡോഡ്ജിൻ്റെ ചലഞ്ചർ. ഏതാ വണ്ടി. കുറച്ച് ഫോട്ടോ ഒക്കെ എന്തായാലും എടുത്തതാണ് എന്നെ വന്നത്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് കുറച്ചൊരു ദൂരം, തുക്കൂംസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അവിടെ എത്തിന്ന് പോകുന്ന വഴിയൊക്കെ വേണമെങ്കിൽ കുറച്ച് കാണിച്ചു തരാം. പിന്നെ അവിടെ എത്തിയിട്ടു വീട്ടിലും ബ്ലോക്കാണ് ഗൈസ്. നമ്മളെ ബ്ലോക്കൊന്നും നടക്കുമെന്നുള്ള അറിയില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ റിയാലിറ്റി. ഏതാ ബ്ലോക്ക് ഗൈസ്, മൂഞ്ചി. പിന്നെ പട്ടി ചന്തക്ക് പോയതുപോലെ ഞങ്ങൾ പിന്നെ മഴ ആയതുകൊണ്ട് നേരത്തെ പോയതൊക്കെ തിരിച്ച് വന്ന് റൂമിൽ വന്ന് മാറ്റിയിട്ട് തന്നെ ഒരു ബീച്ചിലോട്ട് പോവാം. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും പിന്നെ വോളിബോളൊക്കെ കളിക്കാനാണ് പ്ലാൻ. മഴ ആയതുകൊണ്ട് മഴ ചതിച്ചു കാശ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാൾ മഴ കൊണ്ടുപോയി. ലാറ്റ്വിയയിൽ ഒരു ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് ഫുള്ള്
ഓഫ് റോഡ് സെറ്റപ്പിൽ നല്ല ഭംഗിയുണ്ട്. ഇതിലൂടെ ഇങ്ങനെ പോകുന്നതാണ് ഒരു ഊട്ടിയിലൊക്കെ പോയ വൈബ്. മഴയും കോടയും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്കിങ്. പിന്നെ അതാ ബോളുമായിട്ട് വോളിബോൾ കളിക്കാൻ പോവാണ് ബീച്ചിലോട്ട്. പറ്റുമെങ്കിൽ അവിടെ ചാടുകയും ചെയ്യും. എന്തായാലും നല്ല ക്ലൈമറ്റാണ്, എന്തായാലും സെറ്റാണ്. എന്തായാലും പോയി നോക്കാം. അതാ മംഗളശാല ബീച്ച് എന്ന് പറയും. അങ്ങോട്ടേക്ക് നടന്നു പോകണം. അതാ പോകുന്ന ഫുള്ള് കാട്ടിലൂടെ ഒരു വുഡൻ വഴി. അടിപൊളി. നല്ല കൊതുകുണ്ട് സീന്. ഇവിടെ അതിലും അടിപൊളിയായിട്ട് പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ഒരു വഴി. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ ബീച്ചിലെത്തി. നല്ല വിശാലമായ ബീച്ച്. ക്ലൈമറ്റ് ഒരു മൂടി ക്ലൈമറ്റാണ്, പക്ഷേ കാറ്റ് കുറവായതുകൊണ്ട് വലിയ തണുപ്പില്ല. കാണിച്ചു തരാം. വേണ്ട. ഓ അടിപൊളി. സൺസെറ്റ് ആവാൻ ഇനിയും സമയമുണ്ട്. സൂര്യനൊക്കെ മേഘത്തിൻ്റെ ഉള്ളിലാണ്. സെറ്റ്. പിന്നെ ഇതൊക്കെ ഒരു വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളാണ്. പക്ഷേ വോളിബോൾ കോർട്ടൊന്നും ഇവിടെ കാണുന്നില്ല. നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ വോളിബോൾ കോർട്ട്. തപ്പി ഇങ്ങനെ നടക്കുക. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു വരച്ചിട്ട് ഇങ്ങനെ തട്ടി കളിക്കും. അല്ലാണ്ട് ഇപ്പം എന്താ പെരുന്നാളായിട്ട് ഇതാ എവിടെ എത്തി നോക്കണേ. ഇവിടെ എക്സസൈസ് മെഷീനൊക്കെ ഉണ്ട്. അങ്ങനെ വോളിബോളല്ല, കുറച്ച് ബോളൊക്കെ തട്ടി കളിച്ച് പിന്നെ ഫുട്ബോൾ കളിച്ച് സെക്കൻഡ് ഹാഫിലാണ് കളിച്ച് കുഴങ്ങി. എന്തായാലും അടിപൊളി. കതച്ചിട്ട് കുറേ കാലത്തിന് ശേഷം തടി അങ്ങനെ നല്ല കതച്ച്. എന്നാലും ബോഡി ആണെങ്കിൽ വേർത്ത് സെറ്റ്. എൻ്റെ ഇപ്പോൾ ബാക്കിയോടും കളിച്ച് ഇപ്പോൾ ഏകദേശം ഇരുട്ടാവാനായി. ഇരുട്ടായിട്ട് ഏകദേശം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കളിച്ച് നോക്കാം. നല്ല വൈബുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ. ഒന്ന് കടലിലേക്ക് ഇറങ്ങാൻ പോവാ. ബോഡിയൊക്കെ നല്ല ഹീറ്റായി. ഓ ഏതാ തണുപ്പ്. ഇന്ന് മേഘം മൂടിയിട്ടാണ് സൂര്യൻ അങ്ങനെ കാണാത്ത. എന്താ കാലൊക്കെ മണല. ഒക്കെ ഒന്ന് കേകി കളയണ്ടേ. എന്തായാലും അടിപൊളി സെറ്റ്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. അങ്ങനെ ഫുട്ബോളും കളിച്ച് പിന്നെ വെള്ളത്തിൽ നിന്ന് കുറച്ച് ബോളും തട്ടി കളിച്ച് കുളിയും കഴിഞ്ഞ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഈ പെരുന്നാളിൻ്റെ എൻ്റെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.